2012 ഞാൻ 10ൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആപ്പിൾ പ്രോഡക്റ്റ് കാണുന്നതും കൈകൊണ്ട് തൊടുന്നതും. അന്ന് 2 ഉണ്ടായിരുന്നു. ഒന്ന് iPhone 3G, iPod Touch സെക്കൻഡ് ജനറേഷൻ, iPod Touch സെക്കൻഡ് ജനറേഷൻ. ഇത് രണ്ടും ഏകദേശം ഇതിൻ്റെ ഡിസൈൻ വൈസ് എല്ലാം സിമിലറാണ്. ഈ 2 പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് അന്ന് ഞാൻ ആപ്പിൾ എന്താണെന്നും ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ പോരായ്മകൾ, ഇതിലെന്തൊക്കെ ചെയ്യാം. അന്നത്തെ ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജെയിൽ ബ്രേക്കിംഗ്. നിങ്ങൾ എത്ര പേര് ആ ടേം കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു 10 കൊല്ലം മുന്നേ ഐഫോൺ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ ടേം കേട്ടിട്ടുണ്ടാവും, ജെയിൽ ബ്രേക്ക്. ഞാനും ആപ്പിളുമായിട്ടുള്ള ഈ അഗാധ ബന്ധം തുടങ്ങുന്നത് അതിനെ ജെയിൽ ബ്രേക്കിങ്ങിലൂടെയാണ്. കാരണം അന്ന് എൻ്റെ കയ്യിൽ കിട്ടിയ iPhone 3G എന്ന് പറയുന്നത് അത് എൻ്റെ അല്ല, എൻ്റെ ഫാദറിൻ്റെ ആണ്. അത് US നിന്ന് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അത് കരിയർ ലോക്ക്ഡായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ അത് ജെയിൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ നാട്ടിലെ സിം ഉപയോഗിച്ച് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അന്നത്തെ കാലത്ത് ഈ ഐഫോൺ അത്ര പോപ്പുലർ അല്ല. ഞാൻ കോട്ടയത്താണ്. അതുകൊണ്ട് തന്നെ ഈ സർവീസ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഫോൺ റിപ്പയറിംഗ് ഷോപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. അതിൽ ആപ്പിളിനെ പറ്റിയൊക്കെ നോളജുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. സോ ഇനിയിപ്പം കൊടുത്താൽ തന്നെ നമുക്കിത് പ്രോസസ്സ് ചെയ്ത് കിട്ടുമോ, ജെയിൽ ബ്രേക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് കിട്ടുമോ, അൺലോക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് 100% നമുക്ക് കൺഫേം ചെയ്യാനും സാധിക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 10ൻ്റെ ഫൈനൽ എക്സാം നടക്കുന്ന സമയത്ത് ആ ദൗത്യം അങ്ങ് ഏറ്റെടുത്തു. പരീക്ഷയ്ക്ക് പഠിക്കുന്നതിനേക്കാൾ ഉപരി ഐഫോൺ എങ്ങനെ ജെയിൽ ബ്രേക്ക് ചെയ്ത് അൺലോക്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയായിരുന്നു ഞാൻ സ്റ്റഡി നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ പലതവണ iOS ഇൻസ്റ്റാൾ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ജെയിൽ ബ്രേക്ക് ചെയ്യുക, ഡിവൈസ് ക്രാഷ് ആകുക, ബൂട്ട് ലൂപ്പിലേക്ക് പോവുക, അവിടെ നിന്ന് വീണ്ടും റീസ്റ്റോർ ചെയ്യുക, ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ സ്ഥിരം കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരുന്നു. ഈ ജെയിൽ ബ്രേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ പല മെത്തേഡുണ്ട്. ടെതേർഡ് ഉണ്ട്, അൺടെതേർഡ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് പല സോഫ്റ്റ്വെയർസ് ഉണ്ട്. അൾട്രാ സ്നോ, റെഡ് സ്നോ, അങ്ങനെ എനിക്ക് പേരുകൾ കിട്ടുന്നില്ല, പക്ഷേ ഇതെല്ലാമാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. സോ അൾട്രാ സ്നോ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അന്ന് ഇത് ജെയിൽ ബ്രേക്ക് ചെയ്യുകയും ഈ ജെയിൽ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് കുറേ റീപ്പോസ് ഉണ്ട്. പിന്നെ ആ റീപ്പോ ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ, അതിൽ ഏത് ലിസ്റ്റ് ഫയൽ വേണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ചേഞ്ചസ് അതിൽ വരുത്തണം, അങ്ങനെ നീണ്ട പരീക്ഷണങ്ങൾക്കൊടുവിൽ BSNL സിം അതിൽ ഇടുകയും അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനും തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അന്ന് തുടങ്ങിയ പരീക്ഷണങ്ങൾ പിന്നീട് എത്തുന്നത് മാക്കോയ്സിലായിരുന്നു. നോർമൽ ലാപ്ടോപ്പുകളിൽ, സാധാ ലാപ്ടോപ്പുകളിൽ മാക്കോയ്സ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്ത്, അതായത് ഹാക്ക് ആൻഡ് വാഷ്, ആ പ്രോസസ്സുകൾ കണ്ടിന്യൂ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഇതിനെപ്പറ്റി ഒരു ഡെഡിക്കേറ്റഡ് ചാനൽ തുടങ്ങാനുള്ള ഒരു പ്രചോദനം എനിക്ക് ലഭിച്ചത്. ഈ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഐഫോൺ, ഐപാഡ്, മാക്, ആപ്പിൾ വാച്ച്, ഇതിനെന്തെങ്കിലും തരത്തിലുള്ള സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആപ്പിൾ പ്രോഡക്റ്റുകളെയും സോഫ്റ്റ്വെയർ സർവീസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും ബയോയിലും എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി ജെയിൽ ബ്രേക്കിംഗ് എന്താണ്, ജെയിൽ ബ്രേക്കിംഗ് എക്സ്പീരിയൻസ് എന്താണ്, ജെയിൽ ബ്രേക്കിംഗ് ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. ജെയിൽ ബ്രേക്കിങ്ങിനെ പറ്റിയും എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റിയും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.